133 വർഷങ്ങൾ ഫോട്ടോഗ്രാഫി ജനകീയമാക്കിയ കമ്പനി. ക്യാമറ പ്രേമികളുടെ പ്രിയപ്പെട്ട കൊഡാക് മിഴിയടക്കുമോ? ഒരു കാലത്ത് ക്യാമറ എന്നത് കൊഡാക്കിന്റെ സാമ്രാജ്യമായിരുന്നു. എന്നാൽ ഇന്ന് കഥ അങ്ങനെയല്ല. കാലത്തിനൊത്തു മാറാഞ്ഞതും മാർക്കറ്റിലെ മത്സരങ്ങളിൽ പിടിച്ചു നിൽക്കാനാവാത്തതും കൊഡാക്കിനെ കൊണ്ടെത്തിച്ചത് ഏകദേശം $500 മില്യൺ എന്ന കടബാധ്യതകളിലേക്കാണ്. കടം താങ്ങാനാവാതെ കമ്പനി അടച്ചുപൂട്ടുമെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത്. അത് ക്യാമറ പ്രേമികളിലും കൊഡാക് ആരാധകരിലും വലിയ നിരാശയാണുണ്ടാക്കിയത്. കടബാധ്യതകളുണ്ടെങ്കിലും കമ്പനി പൂട്ടാനോ ബിസിനസ്സിൽ നിന്ന് പിന്മാറാനോ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. 1889 ജോർജ് ഈസ്റ്റ്മാൻ കൊഡാക് എന്ന കമ്പനി സ്ഥാപിക്കുന്നത്. ഫോട്ടോഗ്രാഫി എല്ലാവർക്കും ലളിതമാക്കുക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. നിങ്ങൾ ബട്ടൺ അമർത്തുക, ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്നതായിരുന്നു പ്രധാന പരസ്യവാചകം. ഫോട്ടോഗ്രാഫി ഒരു സാധാരണ ബിസിനസ് അല്ലായിരുന്ന കാലത്താണ് ഇങ്ങനെയൊരു വാചകവുമായി കൊഡാക് കളത്തിലിറങ്ങുന്നത്. 1975 ആദ്യമായി ഡിജിറ്റൽ ക്യാമറ അവതരിപ്പിച്ചതും കൊഡാക്ക് തന്നെയാണ്. എന്നാൽ തങ്ങളുടെ ഫിലിം ബിസിനസിനെ ബാധിക്കുമെന്ന ധാരണയിൽ ഡിജിറ്റൽ ക്യാമറയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ അവർ തയ്യാറായില്ല. ഒടുവിൽ ഡിജിറ്റൽ ക്യാമറ തന്നെ അവർക്ക് പണി കൊടുത്തു. ശേഷം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കമ്പനി ചുവടുവെച്ചെങ്കിലും കനൺ, സോണി, നിക്കോൺ പോലെയുള്ള എതിരാളികളോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാനായില്ല. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച മുതലെടുക്കാൻ കഴിയാഞ്ഞ കൊഡാക്കിന് അങ്ങനെ ദിനംപ്രതി കടബാധ്യതകൾ ഏറി വന്നു. ഒടുവിൽ കടബാധ്യതയിൽ മുങ്ങിയ കമ്പനി 2012 പാപ്പരത്വത്തിന് അപേക്ഷ നൽകി. പിന്നീട് നിരന്തരമായി തിരിച്ചുവരവിനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരുന്ന കമ്പനിക്ക് എങ്ങുമെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2025 കമ്പനി പുറത്തിറക്കിയ വരുമാന റിപ്പോർട്ടിൽ ഏകദേശം $500 മില്യൺ കടബാധ്യതകളുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതോടുകൂടിയാണ് 133 വർഷങ്ങൾക്ക് ശേഷം കമ്പനി പൂട്ടാൻ പോവുകയാണെന്ന വാർത്ത പ്രചരിച്ചത്. സാമ്പത്തിക സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിലാണെങ്കിലും ഈ വർഷം രണ്ടാം പാദത്തിൽ കമ്പനിയുടെ ദീർഘകാല പദ്ധതികളിൽ നേട്ടമുണ്ടായിട്ടുണ്ട്. കടമെടുപ്പ് തുകയുടെ വലിയൊരു ഭാഗം കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അടച്ചു തീർക്കാൻ കഴിയുമെന്നും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നുമാണ് കൊഡാക്ക് പറയുന്നത്.